എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എവൻസ് മാജിക്കൽ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഫേമസ് ആയ സാബുദാന കിച്ചടി എന്നാണ് ഇത് മഹാരാഷ്ട്രയിൽ പറയാം. ഇപ്പോൾ ഇതുകൊണ്ട് കുറേ വെറൈറ്റി ആയ പായസങ്ങളും ഉണ്ടാക്കാറുണ്ട് കേരളത്തിലും. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുമ്പോൾ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു മിനിമം 5 hours ഇതിനെ ഫുൾ വെള്ളത്തിലല്ല, ഇപ്പം ഞാൻ ഇത്രയും എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്ര ടിപ്സ് വരെ വെള്ളമാവണ അത്ര നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊരു 5 മണിക്കൂർ കവർ ചെയ്ത് വെക്കാം. 5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നല്ലോണം ഫ്ലഫി ആയിട്ടുണ്ടാവും. പിന്നെ വേഗം ഇങ്ങനെ ഇതുമാവും. ഓക്കെ, ഈ കൺസിസ്റ്റൻസി വരുമ്പോഴാണ് നമ്മുടെ കിച്ചടി ഉണ്ടാക്കുന്നത് റെഡിയാവും. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാനൊരു വലിയ ചട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു ചട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം പൊട്ടേറ്റോസിനെ, ഈ കാണുന്ന പൊട്ടേറ്റോസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിക്കാം. ഓക്കെ, ചൂടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വലിയ ചട്ടിയിലേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് മതി. ചെറിയ ചട്ടിയിലത്തെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യൂബ് ആക്കി വെച്ച ഈ പൊട്ടേറ്റോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇടാം. ഇതൊരു സ്ലൈഡ് ഗോൾഡനും ശരിക്കും വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വേവട്ടെ. ആ സമയത്ത് തന്നെ നമ്മുടെ രണ്ടാമത്തെ വലിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് മസ്റ്റേർഡ് സീഡ് ഇടാം. മസ്റ്റേർഡ് സീഡ് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കറി ലീഫ്, 1 സ്ലിറ്റഡ് ചില്ലി, പിന്നെ നമ്മൾ 1 ചോപ്പ് ചെയ്ത് വെച്ച ഈ അനിയൻസും ഇതിലേക്ക് ഇടാം. ഇങ്ങനെ ഒന്ന് കാച്ചി വെക്കാം. ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ വെച്ച് കുറേ നേരം ഇത് വെച്ച സാബുദാന ഇതിലേക്ക് ഇടാം. കുതിർത്തി വെച്ച സാബുദാന നമ്മൾക്ക് ഇതിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കാം. ഇനി നമ്മൾക്ക് കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കാം. കപ്പലണ്ടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്തിട്ട് കപ്പലണ്ടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് ഉപ്പ് ചേർത്തിണ്ടായിരുന്നില്ല, കാരണം ഈ ഞാൻ വാങ്ങിക്കുന്ന കപ്പലണ്ടിയിൽ ഉപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം. ഞാൻ ഈ സമയത്താണ് എനിക്ക് ഉപ്പ് ഇട്ടേക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഈ പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടാറ്റോസ് ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ, വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സാബുദാനയുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡിയായി. ഇത് നല്ല യമ്മി ഡിഷാണ്. ഇത് മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാർ, സ്പെഷ്യലി ഇങ്ങനെ ഗുജറാത്തീസോ അതോ മഹാരാഷ്ട്രൻസോ നോമ്പുള്ളപ്പോൾ അവർ തിന്നുന്നതാണ്. അവരുടെ ഫാസ്റ്റിംഗ് ഉള്ള ദിവസം അവർ തിന്നുന്ന ഒരു ഡിഷാണ്. പക്ഷെ അവരതിൽ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കും, കാരണം എല്ലാ ഇൻഗ്രീഡിയൻസ് അവർക്ക് ആ ഫാസ്റ്റിംഗ് ദിവസം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി ഇത് എൻ്റെ സ്റ്റൈൽ, എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമായ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു സാബുദാന കിച്ചടിയാണ്. അപ്പോൾ കൈൻഡ്ലി ട്രൈ ആൻഡ് ലെറ്റ് മീ നോ എങ്ങനെയുണ്ടെന്ന്. ആൻഡ് സീ യു ഓൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരേക്കും ഈ ഡിഷ് എൻജോയ് ചെയ്യാം. താങ്ക് യു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ.